ഇസ്രായേലിൻ്റെ തലച്ചോറിൽ ഇറാൻ മണ്ണ് വാരിട്ട യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാഴ്ച പിന്നിട്ട യുദ്ധത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു മുന്നേറ്റമോ ഒരു വിജയമോ ഉണ്ട് എന്ന് ഇസ്രായേലിനോ അമേരിക്കക്കോ പറയാൻ പറ്റാത്ത വിധം കഠിനമായിരിക്കുന്ന ഇടപെടൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാൻ നടത്തിയതിൽ ലോകം അക്ഷരാർത്ഥത്തിൽ ഞെടുങ്ങിയിരിക്കുകയാണ്. അമേരിക്കയുടെ ചരിത്രത്തിലും ഇസ്രായേലിൻ്റെ ചരിത്രത്തിലും ഇത്തരം ഭീകരമായിരിക്കുന്ന ഒരു യുദ്ധം ഇതാദ്യമായിട്ടാണ്. ഒരു മൂന്നാം ലോക രാജ്യമായിരിക്കുന്ന ഇറാനോട് ലോകത്തിലെ ഏറ്റവും വൻ ശക്തികൾ പടപൊരുതിയിട്ടും ഒരു മേഖലയിൽ പോലും വിജയമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും, അതോടൊപ്പം തന്നെ തന്ത്രപരമായ രീതിയിലും സാമ്പത്തിക രംഗത്തും ഇടപെടൽ നടത്തിക്കൊണ്ടുള്ള ഇറാൻ്റെ മുന്നേറ്റം അതിശയിപ്പിക്കുന്നതാണ് എന്ന് ലോകം വിലയിരുത്തുകയും ചെയ്തു. ഏതെങ്കിലും തരത്തിൽ ഒരു വിജയം കണ്ടാൽ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുന്നു ഇസ്രായേൽ. ഒരു 4 ദിവസമായിട്ട് യുദ്ധം തുടങ്ങി രണ്ടാമത്തെ ദിവസം തന്നെ അതികഠിനമായിരിക്കുന്ന പരീക്ഷണം തങ്ങൾ നേരിടുകയാണ് എന്നുള്ളത് ഏറെക്കുറെ ഇസ്രായേൽ സമ്മതിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള സാമ്പത്തിക മുടക്കുള്ള മിസൈലിനെ വലിയ പണം മുടക്കിയിട്ടുള്ള പ്രതിരോധമാണ് ഇസ്രായേലും അമേരിക്കയും തീർക്കുന്നത് എന്നുള്ളിടത്താണ് സാമ്പത്തിക തകർച്ചയിലേക്ക് ഈ രാജ്യങ്ങൾ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് കണക്കാക്കാൻ പറ്റുന്നത്. ഏകദേശം ഉദാഹരണം പറഞ്ഞുകൊണ്ട് ചില മീഡിയകൾ ഇതിൻ്റെ കണക്കുകൾ പുറത്ത് വിട്ടിട്ടുണ്ട്. $100 നിർമ്മിക്കാൻ ഒരു മിസൈൽ പറ്റുമെങ്കിൽ അത് ഇറാൻ നിർമ്മിക്കുകയും ഇസ്രായേലിലേക്ക് വിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ ഭൂമിക എല്ലാ ഭാഗത്തും അവർക്ക് വിശുദ്ധമായിരിക്കുന്ന ഭൂമികയായിട്ടാണ് ഇസ്രായേൽ കണക്കാക്കുന്നത്. ഒരു മതപരമായിരിക്കുന്ന ടച്ച് ആ രാജ്യത്തിനുണ്ട് എന്ന് ചുരുക്കം. അങ്ങനെ വരുന്ന സമയത്ത് ആ രാജ്യത്തിലേക്ക് ശത്രുപക്ഷത്തിൽ നിന്ന് വരുന്ന മിസൈലിനെ പ്രതിരോധിക്കുക എന്നുള്ളത് എന്ത് വില കൊടുത്തും അവർക്ക് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് $100 മിസൈലിന് ഏകദേശം $10,000 തുല്യമായ രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടാണ് തകർക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ലളിതമായ രീതിയിൽ ഈ മിസൈൽ ഉണ്ടാക്കാൻ അവർ വലിയ രീതിയിലെ തന്ത്രജ്ഞരാണ് എന്ന് മാത്രമല്ല, അത് പല ഘട്ടത്തിലും പ്രയോഗിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക രംഗത്ത് തകർച്ച നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലും അതോടൊപ്പം തന്നെ അമേരിക്കയും. അവിടെ അവസാനിച്ചിട്ടില്ല. അവരൊരു ഇസ്രായേലിനെയും അമേരിക്കയും മാത്രമല്ല ഇറാൻ ലക്ഷ്യം വെക്കുന്നത്, ആഗോള സാമ്പത്തിക മേഖല ലക്ഷ്യം വെച്ചുകൊണ്ട് അറേബ്യൻ മേഖലയിൽ ഉടനീളം വ്യാപകമായ രീതിയിൽ ആക്രമണം നടത്തുന്നു, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ അറേബ്യൻ രാജ്യങ്ങൾക്ക് തിരിച്ച് ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഭയപ്പാടുണ്ട്. അവരിതുവരെ ചെയ്തിട്ടില്ല. അവരെ രാജ്യത്തിലേക്ക് എത്തുന്നതിനെ പ്രതിരോധിക്കുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്നത് ഇസ്രായേലാണ്. നഷ്ടമുണ്ടാകുന്നത് അവർക്കാണെന്ന് ചുരുക്കം. ഓരോരോ നിമിഷത്തിലും അവിടെ മിസൈൽ മഴ പെയ്തിറങ്ങുകയാണ്. പ്രതിരോധം ഏറെക്കുറെ ഇസ്രായേൽ നശിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. ഇറാൻ്റെ അകത്ത് യുദ്ധവിമാനങ്ങൾ കയറിക്കൊണ്ട് ഏത് തരത്തിലാണോ ബോംബ് സ്ഫോടനം നടത്തുന്നത്, ആ സമയത്ത് വല്ലാതൊന്നും പ്രതിരോധമല്ല, ഒറ്റപ്പെട്ട പ്രതിരോധങ്ങൾ മാത്രമാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും യുദ്ധവിമാനങ്ങൾക്ക് എതിരെ ഇറാൻ്റെ ഭൂമികയിൽ നിന്നുണ്ടാകുന്നത്. അതിനും കൂടി ഇറാൻ ചെയ്യുന്ന കാര്യം, ഇങ്ങോട്ട് ആക്രമിക്കുന്ന സമയത്ത് പ്രതിരോധിക്കുന്നതിനപ്പുറം തിരിച്ച് ആക്രമിച്ചുകൊണ്ട് നാശങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഇറാൻ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ആക്രമണം ഇറാന് നേരെ ഉണ്ടാകുന്ന സമയത്ത് 10 മിസൈലെങ്കിലും ഇസ്രായേലിലേക്ക് വന്ന് പതിക്കുന്നു എന്ന് അവർ റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധിക്കാൻ സാധിക്കുന്നു എന്ന് ആദ്യമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്നവർ സമ്മതിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ മൗനം പാലിക്കുന്നു എന്നുള്ളതാണ്. കൂട്ടക്കരച്ചിലുകളും നിലവിളിയും നിലക്കാത്ത ദിവസങ്ങൾ യുദ്ധം തുടങ്ങി രണ്ടാമത്തെ ദിവസം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഭയാനത വളരെ തീക്ഷ്ണമായിട്ട് തന്നെ ഇപ്പോൾ പുറത്തു കൊണ്ടുകൊണ്ടിരിക്കുന്ന ഘട്ടം ഘട്ടമായ രീതിയിൽ അതുമായി ബന്ധപ്പെട്ട് അത് യുദ്ധവും അതിൻ്റെ കെടുതിയും അതിൻ്റെ ദുരന്തവും അതിൻ്റെ പ്രയാസവും ആളുകൾ ഇറങ്ങി ഓടുന്നതും നിലനിൽക്കാൻ പറ്റാത്തവർ ഒളിച്ചിരിക്കുന്ന ബങ്കറിൽ പോലും സുരക്ഷിതമല്ല എന്നൊരു ബോധ്യം കൂടി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേലിനുണ്ടായിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, തങ്ങൾ സുരക്ഷിതരെന്ന് ഏറെക്കുറെ തങ്ങൾ വിശ്വസിക്കപ്പെട്ടിരുന്നു. ഇന്ന് തങ്ങൾ സുരക്ഷിതരല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. ബങ്കറിൻ്റെ അകത്ത് പോലും
ഞങ്ങൾക്ക് ഈ ഒരു ആശ്രയത്വമില്ലാത്തൊരവസ്ഥയാണ്. കാര്യം ഒരു 75-80% ബിൽഡിങ്ങിൻ്റെ അടിഭാഗത്തും വീടിൻ്റെ അടിഭാഗത്തും ഓഫീസ് സമുച്ചയത്തിലും ബാങ്കാണെങ്കിലും മറ്റ് ഏത് മേഖലയിലാണെങ്കിലും അവർക്ക് ബങ്കറുകൾ സ്ഥാപിക്കണം എന്നുള്ളത് ഇറാൻ്റെ നിയമമാണ്. 1980 ശേഷം അത് സ്ഥാപിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതില്ലാതെ പുറത്താണെങ്കിൽ പബ്ലിക് മേഖലയിലാണെങ്കിൽ അത് നഗരപ്രാന്ത പ്രദേശങ്ങളിലൊക്കെ നോക്കുന്ന സമയത്ത് അവിടെ പ്രത്യേകമായ രീതിയിൽ ഗവൺമെൻറ്റും അത് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ബിൽഡിങ്ങുകൾ അപ്പാടെ തകരുന്ന സമയത്ത് ബങ്കറിൽ ആളുകൾ കുടുങ്ങിപ്പോകുന്ന സ്ഥിതിയാണ്. പുറത്തിറങ്ങാനും വേണ്ടി പറ്റാത്ത സ്ഥിതിയാണ്. അങ്ങനെ അവിടുന്ന് വലിയ രീതിയിൽ അപകടം ഉണ്ടാകുന്നു, മരണം പോലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ നടക്കുന്ന ദുരന്തത്തിൻ്റെയും അപകടത്തിൻ്റെയും മരണത്തിൻ്റെയും നാശത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കണക്ക് ഏകദേശം 1% പോലും ഇസ്രായേൽ പുറത്തു വിടുന്നില്ല. ഇപ്പോൾ വളരെ അപൂർവമായ രീതിയിൽ ഈ അവിടുത്തെ മീഡിയകൾ കുറേശ്ശായിട്ട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഏറെക്കുറെ ഇപ്പോൾ പറയുന്നുണ്ട്. ഇതുവരെ മിണ്ടാതിരുന്നിരുന്നു. കാര്യമെന്ന് പറഞ്ഞാൽ ഇത്രയും നാശനഷ്ടങ്ങൾ ഒരു രാജ്യത്തിനുണ്ടായിട്ട് അത് പറയാതിരിക്കുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇനി ആകാശ ചിത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് റഷ്യ അത് പുറത്തു വിടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പേടിയുണ്ട്. ഇതിൻ്റെ മുമ്പേ തന്നെ 12 ദിന യുദ്ധത്തിലും ഏറെക്കുറെ കണ്ട കാഴ്ച അങ്ങനെ തന്നെയായിരുന്നു. സാറ്റലൈറ്റ് ചിത്രങ്ങൾ കൃത്യമായ രീതിയിൽ അത് പകർത്തിക്കൊണ്ട് മുൻപ് എങ്ങനെയായിരുന്നോ ഇസ്രായേൽ, ഇപ്പോൾ എങ്ങനെയാണോ ഇസ്രായേൽ എന്നതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വിടുകയും ചെയ്തു. ഇതോട് കൂടിയിട്ട് ലോകത്തിനൊരു കാര്യം മനസ്സിലായി, ഇസ്രായേൽ പറയുന്ന കള്ളത്തരമാണ്. യാഥാർത്ഥ്യവുമായിട്ട് അവർ പറയുന്ന കാര്യത്തിന് യാതൊരു ബന്ധവുമില്ല. അമേരിക്ക പറയുന്ന കള്ളത്തരമാണ്. യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഉണ്ടായതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഗൾഫ് മേഖലയിൽ ഒരു അമേരിക്കൻ പൗരന് പുറത്ത് ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത വിധം ഒരു സാഹചര്യങ്ങളുണ്ടായത്. അത് ഈ അവരുടെ എംബസിയോ കോൺസുലേറ്റോ ഇപ്പോൾ പ്രവർത്തിക്കുന്ന എല്ലാം അടച്ചുപൂട്ടി. അവരുടെ പേരിൽ വെച്ചുള്ള എയർപ്ലെയിൻ ഗൾഫ് രാജ്യത്തേക്ക് ഇപ്പോൾ വരുന്നില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് അമേരിക്കയുടെ പ്ലെയിൻ വെച്ചിട്ട് പോകുന്നുമില്ല. ഇസ്രായേലിലേക്കും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് സ്ഥിതി. അവരുടെ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ എയർപോർട്ടായിരിക്കുന്ന ബംഗൂരിയൻ എയർപോർട്ട് പല ഘട്ടങ്ങളെ അടിച്ചിട്ടുണ്ട്. താൽക്കാലികമായി അടക്കുക എന്ന് പറയാമെന്നല്ലാതെ ഒരു ധൈര്യപൂർവ്വം ആ ഈ എയർപോർട്ടിൽ നിന്ന് യാത്ര ചെയ്യാൻ യാത്രക്കാർക്ക് ഭയപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. എവിടെയാണ് ഇസ്രായേൽ സുരക്ഷിതമുള്ളത് ഉള്ളൊരു ഏരിയ ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അവിടുത്തെ മന്ത്രിമാർക്കോ പ്രധാനമന്ത്രി അടക്കമുള്ള സംവിധാനങ്ങൾക്കോ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം അതിശക്തമായിരിക്കുന്ന ബങ്കറിൻ്റെ അകത്താണ്. കാര്യം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് സമുച്ചയത്തിന് നേരെ മിസൈൽ ആക്രമണം നടത്തി കൃത്യമായ രീതിയിൽ അത് അവിടെ പ്രതിഫലിക്കുകയും അത് പൊട്ടിത്തെറിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അവിടുന്ന് ആരെങ്കിലും കൊല്ലപ്പെട്ട വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല. ഒരിക്കലും ഇസ്രായേൽ ഇത് പുറത്ത് പറയില്ല എന്ന് ഉറപ്പാണ്. പക്ഷേ പ്രധാനമന്ത്രി ലക്ഷ്യം വെച്ചിട്ടാണ് എന്ന് പറഞ്ഞതോടുകൂടി പ്രധാനമന്ത്രിക്ക് വലിയ ഭയമായി. ആ ഓഫീസിൻ്റെ അകത്ത് അദ്ദേഹം ഇല്ലാത്തത് കൊണ്ടാണ് ജീവൻ രക്ഷപ്പെട്ടത് എന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലെ പത്രങ്ങൾ പോലും സമ്മതിക്കുന്നു. അപ്പോൾ സ്ഥിതികൾ സങ്കീർണമാണ്, ഭയാനകരമാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആ രാജ്യം ഉണ്ടായതിനു ശേഷം ഇത്രയും ഭീതികരമായിരിക്കുന്ന ഒരു സാഹചര്യത്തെ അഭിമുഖീകരിച്ചിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ലോകം ഇപ്പോൾ അംഗീകരിക്കുന്നു. ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ എന്നുള്ളതും ഏറ്റവും വില കൂടിയ പൗരന്മാരാണ് അമേരിക്കൻ പൗരന്മാരെന്നുള്ളതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീമ്പ് പറയുന്ന അതേ രാജ്യത്തിൻ്റെ അകത്തും അതേ പൗരന്മാരും ഇന്ന് സുരക്ഷിതരല്ലാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സർവ്വ മേഖലയും യുദ്ധത്തിലേക്ക് ക്ഷണിക്കുന്ന രീതിയിലാണ് ഇറാൻ്റെ ഇടപെടൽ. ഏകദേശം 16ഓളം രാജ്യങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ചിലത് മൊസാദിൻ്റെ ആക്രമണത്താലാണ് എന്നും പറയുന്നുണ്ട്. അതിന് കൃത്യമായിരിക്കും